Hi all, it's me Devika, aka Janet. Welcome you all to the Get to Know the Real Candidates episode number 1. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷെറിൻ, മരിയ ആൻഡ് ഐശ്വര്യ. ഹായ്. യെസ്. വിസിറ്റർ വിസ എടുത്ത് മെന്റർ മെർലിൻ VC പ്രോഗ്രാം വഴി UK വന്ന് ഓസ്കി എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി ആൻഡ് പ്ലേസ്മെന്റ് റൂട്ട് വഴി ജോബും സെറ്റായി ആൻഡ് there you guys are in UK. Welcome you. Thank you. Yes. My first question is to Sherin. Okay. എങ്ങനെയാണ് നഴ്സിംഗ് പ്രൊഫഷൻ ചൂസ് ചെയ്തത്? +2 കഴിഞ്ഞ് നിൽക്കുമ്പോൾ എന്ത് ഫീൽഡ് ചൂസ് ചെയ്യണം, എന്ത് പ്രൊഫഷനിലേക്ക് പോകണം, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒത്തിരി ആൾക്കാർ നഴ്സസ് ആണ്, അവരൊക്കെ എബ്രോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അവരുടെയൊക്കെ സജഷൻ ഇങ്ങനെയായിരുന്നു, ഓക്കെ നീ നഴ്സിംഗ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിനക്കൊരു ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും, നമുക്ക് എപ്പോഴാണെങ്കിലും ഒരു ജോലി ഉണ്ടാവും, പിന്നെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നഴ്സിംഗ് ഫീൽഡിൽ തന്നെ. നമുക്ക് ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന നഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്, ഇഞ്ചക്ഷൻ എടുക്കുക, നമ്മൾ അഡ്മിറ്റായി മരുന്ന് തരിക, അതൊക്കെയാണ് നഴ്സിംഗ്, അത്രേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ നഴ്സിംഗ് ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മനസ്സിലായത് നഴ്സസ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ബാക്ക് ബോൺ. സോ നഴ്സിംഗ് പ്രൊഫഷൻ അത് ചൂസ് ചെയ്യാൻ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. ഓക്കെ, സോ മരിയ ആൻഡ് ഐശ്വര്യ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നോ ഓർ ഫാമിലി സപ്പോർട്ട് വഴിയാണോ നിങ്ങൾ ഈ പ്രൊഫഷൻ എടുത്തത്? തീർച്ചയായും ഫാമിലി സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ +2 കഴിഞ്ഞപ്പം എന്താന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ പലരുടെ അടുത്തും അഡ്വൈസ് എടുത്തു. അപ്പം ഫാമിലിയിൽ എല്ലാവരും കൂടുതൽ ആൾക്കാരും പറയുന്നത് നഴ്സിംഗ് തന്നെ ആയിരിക്കും നല്ലത്, കാരണം നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. പിന്നെ കൂടാതെ തന്നെ ഈ ഫാമിലിയിലുള്ള നമ്മുടെ കസിൻസ് എല്ലാവരും തന്നെ നഴ്സുമാരാണ്. അപ്പൊ അവരെ കണ്ടു വളർന്നുകൊണ്ട് നമുക്കും നഴ്സിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല, അങ്ങനെ സെലക്ട് ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ ഹാപ്പിയാണ്. ഐശ്വര്യ? സോ എൻ്റെ ഫാമിലി പറഞ്ഞിട്ടാണ് പേരൻസിനെ, ഞങ്ങളുടെ വീട്ടിൽ ആരും അങ്ങനെ നഴ്സിംഗ് പ്രൊഫഷനിലില്ലായിരുന്നു. സോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു നേഴ്സ്. സോ പേരൻസിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു നഴ്സിംഗിലും വീട്ടിൽ വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു നഴ്സിംഗ് പ്രൊഫഷനിലോട്ടേക്ക് വന്നു. പിന്നെ എബ്രോഡിൽ ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് സ്കോപ്പ് ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നഴ്സിംഗ് ചൂസ് ചെയ്തത്. അപ്പൊ എങ്ങനെയാ UK വന്ന് വർക്ക് ചെയ്യണം എന്നുള്ള തോന്നൽ വരാൻ കാര്യം എന്തായിരുന്നു? UK വന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു. ശരിക്കും ഡ്രീം വന്നത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഫാമിലിയുള്ള പല ആൾക്കാരും എബ്രോഡിലാണ്, എസ്പെഷ്യലി UK അപ്പോൾ അവരൊക്കെ വെക്കേഷന് വരുമ്പം UK പറ്റിയുള്ള എക്സ്പീരിയൻസ് പറയുമ്പം എന്താ പറയുക, ഡിഫറെൻറ്റ് ക്ലൈമറ്റ് ആണ്. കേരളത്തിൽ അങ്ങനെയല്ലല്ലോ, ഡിഫറെൻറ്റ് ക്ലൈമറ്റ് ആണ്, കുറച്ച് കോൾഡാണ്. അപ്പോൾ നമുക്ക് തമ്മിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരമില്ല നാട്ടിൽ നിന്ന്. അത് മാത്രമല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആസ് എ നേഴ്സ് പേയ്മെൻറ്റും നല്ലതാണ് UK ഒരു ജോബ് സെക്യൂരിറ്റി നല്ലതാണ്. പിന്നെ എന്താ പറയുക, നമുക്കിവിടെ NHS ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ആണ് നമ്മളെ ശരിക്കും UK എന്നൊരു ഡ്രീമിലേക്ക് എത്തിച്ചത് തന്നെ. Is it the same for you all? പിന്നെ അത് കൂടാതെ നമുക്ക് ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൺട്രി സെലക്ട് ചെയ്യുമായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അതും കൂടെ വെച്ചിട്ട് അപ്പം UK തന്നെ സെലക്ട് ചെയ്യാന്ന് ഓർത്തു. ഐശ്വര്യ, ഈ ജേർണിയിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ എക്സാം ഏതായിരുന്നു? ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ വിചാരിച്ചത് ഓസ്കി ആയിരിക്കും എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട്. ബിക്കോസ് ഓസ്കിനെ കുറിച്ച് അത്ര എനിക്ക് നോളേജ് ഇല്ലായിരുന്നു, എങ്ങനെയാണ് ഓസ്കി. ബട്ട് ഓസ്കി പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് OET വാസ് ഡിഫിക്കൽട്ട് ഫോർ മീ, ബട്ട് ഓസ്കി വാസ് റാദർ ഈസി. Okay. സോ Is it the same for everyone? Yes. Actually, OET, CBT, OSCE, NMC നമുക്ക് പിന്നെടുക്കാൻ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സ് ആവാനുള്ള മെയിൻ 3 എക്സാംസ് ആണ്. അതിൽ ഏറ്റവും ടഫായിട്ട് തോന്നുന്നത് OET തന്നെയാണ് ശരിക്കും. കാരണം പല ആൾക്കാരും അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യണം എന്നില്ല. പല ആൾക്കാരും ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് കുറേ ഇയേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടാണ് പലരും OET ക്ലിയർ ചെയ്യുന്നത്. സോ OET തന്നെയാണ് ഏറ്റവും ടഫ് അതിൽ. കൂടാതെ OET എന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവ് ആയിട്ടാവും. അത് മൾട്ടിപ്പിൾ ടൈംസ് എഴുതുക എന്ന് പറയുമ്പോഴത്തേന് സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. പോരാതെ എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ എഴുതി തീർക്കുകയും വേണം, റൈറ്റ്? യെസ്. PCOSK ഒരു ട്രെൻഡിങ് റൂട്ടാണ്. നേരത്തെ അത്ര പോപ്പുലർ അല്ലായിരുന്നു. ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു അപ്പോൾ? ഞാൻ VCOSK ചൂസ് ചെയ്യുന്ന സമയത്ത് അത്ര പോപ്പുലർ അല്ലായിരുന്നു. പക്ഷെ എന്നാലും പല ഏജൻസീസും അല്ലെങ്കിൽ പല OSCE ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു VCOSKയുടെ. പക്ഷെ ആദ്യം ഒരു കൺഫ്യൂഷനായിരുന്നു, കൂടുതലും ഒരു ടെൻഷനായിരുന്നു, എങ്ങനെയാണ് VCOSK, അതിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാണ്, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ്. ഫാമിലി സപ്പോർട്ട് എന്ന് പറയുമ്പം ആദ്യം ഇങ്ങനെയൊരു തോട്ട് വന്നപ്പം ഫാമിലിയോട് ചോദിച്ചു, അവർക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അങ്ങനെയായിരുന്നു ശരിക്കും. അപ്പം ടോട്ടൽ ഒരു കൺഫ്യൂഷൻ, ആകെ ഒരു ടെൻഷൻ, എന്ത് ചെയ്യണം, എന്ത് ചൂസ് ചെയ്യണം,
സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ, എൻ്റെ വി സി ഓസ്കി ജേർണി എന്ന് പറഞ്ഞാൽ മമ്മിയായിരുന്നു എന്നെ പറഞ്ഞത് ഈ വി സി ഓസ്കിനെ കുറിച്ച്. ത്രൂ എ റിലേറ്റീവ് ഷി ഗോട്ട് ടു നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു വെദർ ഐ ഷുഡ് ഗോ ഫോർ ഇറ്റ് ഓർ നോട്ട്. ഓസ്കി എന്താ ഒന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഫാമിലി ആയിരുന്നു, മെയിൻലി എൻ്റെ പേരൻസ് ആയിരുന്നു എന്നെ ഫുള്ളി സപ്പോർട്ട് ചെയ്തത്. നീ ഓസ്കി എഴുതിയിട്ട് വാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം. അങ്ങനെയായിരുന്നു എൻ്റെ വി സി ഓസ്കിയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. How sweet. Yes. How about Maria? എനിക്ക് ഇതുപോലെ വി സി ഓസ്കിനെ കുറിച്ച് കൂടുതൽ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ആദ്യം ഇങ്ങനെ വി സി ഓസ്കിനെ കുറിച്ച് കേട്ടപ്പം ഒരു ഡൗട്ടായിരുന്നു, ഇങ്ങനെ പോകണം, വേറൊരു കൺട്രി പോകണം, പിന്നെ വിസയുടെ കാര്യം എങ്ങനെയാണ്, പിന്നെ എക്സ്പെൻസ് എത്രയാണ്, മൊത്തത്തിൽ ഡൗട്ടായിരുന്നു. അപ്പോൾ ആദ്യം പോകണോ വേണ്ടോന്ന് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പല ഏജൻസീസും നമ്മളെ കോൺടാക്ട് ചെയ്തായിരുന്നു. അവസാനം നമുക്ക് ഒരു ഫാമിലി ഫ്രണ്ട് വഴിയാണ് മെൻ്റൽ മെറിലിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. അങ്ങനെ അന്വേഷിച്ചു, അങ്ങനെ കോൺടാക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ഡയറക്റ്റ് പോരുമായിരുന്നു. ഷെറിൻ, മെൻ്റൽ മെറിലിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? Are you happy with the service? ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ആക്ച്വലി ഞാൻ മെൻ്റൽ മെറിലിനെ പറ്റി ഫസ്റ്റ് കേൾക്കുന്നത് എൻ്റെ കസിൻ ബ്രദർ വഴിയാണ്. എൻ്റെ കസിൻ ബ്രദർ ഇവിടെ ഓൾറെഡി UK കെയർ വിസയിൽ വന്നിട്ട് മെൻ്റൽ മെറിലിൻ ത്രൂ ആൾ ഓസ്കി ക്ലിയർ ചെയ്ത് ഇപ്പോൾ രജിസ്റ്റർഡ് നഴ്സായിട്ട് NHS വർക്ക് ചെയ്യുന്നു. എൻ്റെ കസിൻ ബ്രദർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, നീ വി സി ഓസ്കി ചൂസ് ചെയ്യണേ നല്ല ഓപ്ഷനാണ്, പക്ഷേ വി സി ഓസ്കി ചെയ്യുകയാണെങ്കിൽ അത് മെൻ്റൽ മെറിലിൻ ത്രൂ ചെയ്യുക. എനിക്ക് പാസ്സാകാൻ പറ്റുമെങ്കിൽ നിനക്ക് ഡെഫിനറ്റ് ആയിട്ടും പാസ്സാകും, കാരണം അവർ അതുപോലെ സപ്പോർട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ ഞാൻ വേറെ നോക്കിയില്ല, ബിക്കോസ് മൈ കസിൻ ബ്രദർ അല്ലേ, ആൾ പറഞ്ഞു. സോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബിലീവ് ചെയ്തു. സോ അങ്ങനെയാണ് മെൻ്റൽ മെറിലിൻ ചൂസ് ചെയ്തത്. നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു ആ സർവീസിൽ? യെസ്, ഐ വാസ് റിയലി ഹാപ്പി വിത്ത് ദ സർവീസ്. അവർ തന്ന സപ്പോർട്ട്, ഗൈഡൻസ് എപ്പോഴും, ഈവൻ ഇഫ് ഇറ്റ്സ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ, ഇറ്റ് വാസ് റിയലി ഫാബുലസ്. ജേർണി അത്ര ഈസി ആക്കി തന്നു. നമ്മൾ ഒരു ഇന്ത്യയിൽ നിന്ന് UK വന്നിട്ടുള്ള ട്രാൻസിഷൻ പീരിയഡ്, എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ്, ഇറ്റ് വാസ് റിയലി റിയലി വെരി ഹെൽപ്ഫുൾ. Really happy to hear that you guys got the real support, a good support from our consultants. Yes. മെൻ്റൽ മെറിലിൻ എങ്ങനെ കണ്ടുപിടിച്ചേ? വേറെ ഓപ്ഷൻസ് ഒക്കെ നോക്കിയായിരുന്നോ? വേറെ ഓപ്ഷൻസ് നോക്കിയിരുന്നു, പക്ഷേ ബാക്കി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജ് നമുക്കത് അഫോർഡബിൾ ആയിരുന്നില്ല. പിന്നെ ഓൾറെഡി എൻ്റെ കസിൻ്റെ സപ്പോർട്ട് അത് വളരെ ഒരു എന്താ പറയുക വിലപ്പെട്ടതായിരുന്നു എനിക്ക്. ബാക്കി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ അവരുടെ പാക്കേജിൽ നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പിന്നെ നമുക്ക് അത്ര അഷ്യൂരിറ്റി ഇല്ല എന്താകും, ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അവർ നല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ, അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ മെൻ്റൽ മെറിലിനെ പറ്റി ഓൾറെഡി ഒരു സെർച്ച് ചെയ്തപ്പം നമുക്ക് കിട്ടാൻ ഇൻഫർമേഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ്സ് എ ബെസ്റ്റ് ആൻഡ് UK വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ബിലീവ് ചെയ്യാം. അങ്ങനെയാണ് ശരിക്കും ഞാൻ മെൻ്റൽ മെറിലിൻ ചൂസ് ചെയ്തത്. അതെ, ഇങ്ങനെ മെൻ്റൽ മെറിലിൽ നിന്ന് ഇങ്ങനെ നമുക്കൊരു ഇത് വന്നപ്പോഴത്തേനും ഞാനിപ്പം ഇങ്ങനെ പല ഏജൻസിയിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഇതുമായിട്ട് നമുക്ക് അഫോർഡബിൾ അല്ലായിരുന്നു. വേണോ വേണ്ടോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മെൻ്റൽ മെറിലിൻ്റെ ഒരു ഓപ്ഷനും കൂടി വന്നത്. അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോഴത്തേനും നമുക്ക് ഓക്കെ ആണ് എന്നുള്ളത്. പിന്നെ ഞാനാണെങ്കിൽ അത് കൂടാതെ നമ്മളിപ്പോൾ ആരായാലും സെർച്ച് ചെയ്യുമല്ലോ, അങ്ങനെ നമ്മൾ നെറ്റിലൊക്കെ നോക്കിയപ്പം പിന്നെ ആരോട് അന്വേഷിച്ചാൽ അവർക്ക് മെൻ്റൽ മെറിലിനെ കുറിച്ച് അറിയാം. പേര് കേൾക്കുമ്പോൾ അറിയാം, ഓക്കെ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അത് ഓസ്കി സർവീസ് ചെയ്യുന്നുണ്ട് എന്നറിയാം. അപ്പം ഞാൻ ഓർത്തു ഓക്കെ എന്തായാലും അതിനെ സെലക്ട് ചെയ്യാന്ന് ഓർത്തു. പിന്നെ കുറെ ഏജൻസീസിലാണെങ്കിൽ ഓൺസൈറ്റ് ട്രെയിനിങ് ഒന്നുമില്ല ആൻഡ് പേയ്മെന്റ് ആദ്യമേ ആണ്. വിസയുടെ അറിയുന്ന കാര്യം ലേറ്റർ ആയിരിക്കും. പക്ഷെ മെൻ്റൽ മെറിലിൽ അങ്ങനെ അല്ലായിരുന്നു. നമ്മുടെ വിസ വന്നു കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ്സ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു അഷ്യൂരിറ്റി ഉണ്ട്, ഓക്കെ യെസ് ദേ ആർ ദെയർ ആഫ്റ്റർ. അത് കഴിഞ്ഞിട്ടുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിസ വരെയുള്ള പ്രോസസ്സ് എല്ലാം അവർ സപ്പോർട്ട് ചെയ്തത്, അത്ര ജെന്വൻ ആയിട്ട് നമ്മളെ ഗൈഡൻസ് എല്ലാം തന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കൊച്ചിയിലെ ഇൻഡക്ഷൻ ട്രെയിനിങ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എഫക്റ്റീവ് ആയിരുന്നോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഓസ്കിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പം നമുക്ക് ആ സമയത്ത് ട്രെയിനിങ് തന്നത് ഇവിടുന്ന് മെൻ്റർ ആയിരുന്നു. അപ്പം ആ ക്ലാസ് നല്ല എഫക്റ്റീവ് ആയിരുന്നു സത്യത്തിൽ. അപ്പം നമുക്ക് അതിൽ നിന്നൊരു കോൺഫിഡൻസ് ഉണ്ടായി. കാരണം ഇതാണ് ഓസ്കി, നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമെന്നൊരു തോന്നൽ വന്നു. അപ്പോൾ പിന്നെ തീരുമാനിച്ചു എന്തായാലും വി സി ഓസ്കി അവിടെ പോയി തന്നെ എക്സാം എഴുതി വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ. ഷെറിൻ എന്തായിരുന്നു ഷെറിൻ്റെ എക്സ്പീരിയൻസ്? 2 ദിവസത്തെ ട്രെയിനിങ് വളരെ എഫക്റ്റീവ് ആയിരുന്നു. അത് മാത്രമല്ല നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി. ഞങ്ങളുടെ ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു ട്രെയിനിങ് എടുക്കാൻ തന്നെ. 2 ദിവസത്തെ ട്രെയിനിങ്ങിന് മെൻ്റൽ മെറിലിൻ തന്നെയാണ് നമുക്ക് ഇവിടെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തന്നത്. ഇറ്റ് വാസ് വെരി നൈസ്
ആൻഡ് 2 ദിവസത്തെ ട്രെയിനിങ് മെൻ്റർ റിയ ആയിരുന്നു ഞങ്ങൾക്ക് എടുത്തിരുന്നത്. അപ്പം ഓരോ സ്റ്റേഷൻസും സ്കിൽസും നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ തന്നിരുന്നു എങ്ങനെയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾക്ക് ഓസ്കി എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു, എങ്ങനെയാണ് എന്തൊക്കെയാണ് സ്റ്റേഷൻസ് ഏതാണ് അതൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ മെൻ്റർ റിയ വന്ന് ഞങ്ങൾക്ക് ആ സെഷൻ എടുത്ത് തന്നപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയി. ഓക്കെ, അതിന് ശേഷമാണ് ഞങ്ങൾ ആക്ച്വലി ഉറപ്പിച്ചത് ഡെഫിനറ്റ്ലി ഞങ്ങൾ മെൻ്റർ മോളിൽ തന്നെ വന്ന് ഞങ്ങൾ VCU ഓസ്കി ചെയ്യും എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്തതിന് ശേഷമായിരുന്നു. 3 പേരും ഒരുമിച്ചായിരുന്നോ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത്? അല്ല, ഡിഫറെന്റ് ക്ലാസ്സസ് ആയിരുന്നു. പക്ഷെ ഞാനും മരിയ ഒന്നിച്ചായിരുന്നു. ഞങ്ങളോടൊപ്പം വേറെയും കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. 7 candidates. 7 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും പക്ഷെ പല ടൈമിലാണ് ഞങ്ങൾ എക്സാം എഴുതിയത് എന്നൊരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന്. ഞങ്ങൾ അക്കോമഡേഷൻ ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും പിന്നെ എല്ലാം നല്ലൊരു ഇതായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും കോണ്ടാക്റ്റും ഉണ്ട്. ഞങ്ങൾ അന്ന് മുതൽ ഫ്രണ്ട്സും ആയി. അപ്പൊ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനെയും കിട്ടി ആ ഒരു ടൈമില്. അപ്പൊ നമുക്ക് എക്സാമിന് പോരുന്ന സമയമാകുമ്പോഴും ഇപ്പം മുമ്പ് വന്ന കാൻഡിഡേറ്റ്സിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്ന അനുസരിച്ച് നമുക്കറിയാം ഓക്കെ നല്ലതാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോരാൻ ഒരു ധൈര്യം കിട്ടും. അങ്ങനെ ഇൻഡക്ഷൻ കഴിഞ്ഞപ്പോ ടെൻഷനൊക്കെ കുറഞ്ഞായിരുന്നോ? ഇൻഡക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് സീരിയസ്ലി നല്ല ക്ലിയർ പിക്ചർ കിട്ടി വാട്ട് ഈസ് ഓസ്കി അബൌട്ട്, എവറി സ്റ്റേഷൻസിനെ കുറിച്ച്. പ്ലസ് സ്റ്റഡി മെറ്റീരിയൽസും തന്നപ്പോൾ നമുക്ക് കുറേ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റി. സോ ഓബ്വിയസ്ലി ഇറ്റ് ഹെൽപ്ഡ് എ ലോട്ട്. ആ 2 day ഇൻഡക്ഷൻ തന്നെ നമുക്ക് ഒരു ഫുൾ പിക്ചർ കിട്ടി. ഓസ്കി എന്താണ്, ഓസ്കി നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു കോൺഫിഡൻസും നമുക്ക് കിട്ടി. അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ക്ലാസ് ആയിരുന്നു. ഫുള്ളി ഇറ്റ് വാസ് റിയലി നൈസ്. വിസ ഗൈഡൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായി? വിസിറ്റർ വിസ എടുക്കാൻ പോയപ്പോൾ സക്സസ് ആയി കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നോ? ശരിക്കും ഉണ്ടായിരുന്നു ടെൻഷൻ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ ഒത്തിരി റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ ആ ടൈമിൽ അവർ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ സ്റ്റിൽ വർക്കിംഗ് ആണെങ്കിൽ വിസ കിട്ടാൻ എളുപ്പം, ഇല്ലെങ്കിൽ റിജക്ഷൻ വളരെ ചാൻസ് കൂടുതലാണ്. ഞാനാണെങ്കിൽ ആ ടൈമിൽ റെസിഗ്നേഷൻ പീരീഡിൽ നിൽക്കുകയാണ്. ഓൾറെഡി ഒരു ജോലി റിസൈൻ വെച്ചിട്ട് നിൽക്കുന്നത്, നോട്ടീസ് പീരീഡിലാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഓൾറെഡി ഇങ്ങനെ നോട്ടീസ് പീരീഡിലാണ്. VCOSകി എന്നൊരു പ്ലാനിൽ ശരിക്കും നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാനൊക്കെ ടെൻഷനായി. ബാക്കിയുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ ഏജൻസി പറയുന്നു നിങ്ങൾ സ്റ്റിൽ വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറയുക വിസ കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ അതിന് റിജക്ഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. പിന്നെ ഞാൻ എൻ്റെ മോളിലേക്ക് കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെല്ലാം റെഡിയാക്കി തരും, നിങ്ങൾ യാതൊരു ടെൻഷനും വേണ്ട. ഓക്കെ, അങ്ങനെ ഒരു എന്താ പറയുക ഒരു മാൻഡേറ്ററി അല്ല നിങ്ങൾ വർക്കിംഗ് ആയിരിക്കണം, സ്റ്റിൽ വർക്കിംഗ് കാണിക്കണം എന്നാലേ നിങ്ങൾക്ക് വിസ കിട്ടുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അതെല്ലാം റെഡിയാക്കി തരും, നിങ്ങൾ യാതൊരു ടെൻഷനും വേണ്ട എന്നവർ പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു സമാധാനം ആയത്. ഇപ്പോൾ എൻ്റെ സിറ്റുവേഷനും സെയിം ആയിരുന്നു. ഞാനും റെസിഗ്നേഷൻ പീരീഡിലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വിസ അപ്ലൈ ചെയ്താൽ കിട്ടുമോ ഇല്ലയോ എന്ന് ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ, ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ ടീമിന്റെ സപ്പോർട്ട് നല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ കാര്യം. ഈവൻ ദോ ഒരു ഷോർട്ട് വിസ ആയിരുന്നു, UK വന്ന് ഓസ്കി എഴുതി, ആൻഡ് ദാറ്റ് ഇൻ യുവർ ഡ്രീം കൺട്രി. എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്, ആ ഫീലിംഗ്? ആക്ച്വലി നമ്മൾ UK വന്നപ്പോഴത്തേനും എക്സൈറ്റഡ് ആയിരുന്നു ഒബ്വിയസ്ലി. കാരണം നമ്മൾ ഇത്ര നാളും വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒന്ന് വന്ന് എത്തുക എന്നുള്ളത്. കാരണം ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്തതായിരുന്നു. CBT കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് UK എന്നുള്ള ഒരു ഡ്രീം അങ്ങ് അസ്തമിച്ച പോലെ ആയിരുന്നു സത്യത്തിൽ. പിന്നെ എക്സാമിനാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ വന്ന് കാല് കുത്താൻ പറ്റിയെന്ന് പറഞ്ഞത് അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ആദ്യത്തെ ഇനിഷ്യൽ ഡേയ്സിൽ നമ്മൾ നല്ല ടെൻസ്ഡ് ആയിരുന്നു. കാരണം എങ്ങനെയാണ് എക്സാമിൻ്റെ കാര്യം എന്താണ്, കാരണം ഇത്രയും നമ്മൾ ഫണ്ടൊക്കെ കൊടുത്ത് വന്നതാണ്, എക്സാം പാസ്സാകുമോ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ എന്താവും, തിരിച്ചു പോകുന്ന കാര്യം, അങ്ങനെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കുറച്ചും കൂടി ഒന്ന് ഹാപ്പിയാന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. നല്ല ഹാപ്പി ആയിരുന്നു. UK വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഫൈനലി വരാൻ പറ്റി എന്നുള്ളത്. പിന്നെ ഒരു എക്സാമിൻ്റെ സ്ട്രെസ്സായിരുന്നു 1 week. നമുക്ക് എക്സാം എങ്ങനെയെങ്കിലും പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യണം, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിൽ. പിന്നെ റിസൾട്ട് വന്നപ്പോഴാണ് ഒരു സമാധാനമായ, ഓക്കെ ഫൈനലി വി ഹാവ് അച്ചീവ്ഡ് അവർ പിൻ, നമ്മൾ നമ്മുടെ ഡ്രീം കൺട്രിയിലെത്തി, ഇനിയിപ്പോൾ നമുക്ക് ജോലിയും തപ്പാം, ഇറ്റ് വിൽ ബി മോർ ഈസിയർ. നിങ്ങളെല്ലാവരും നോർത്താംപ്ടൺ തന്നെയാണോ എക്സാം എഴുതിയത്? അതെ. യെസ്. ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നാട്ടിൽ ഫുഡൊക്കെ കിട്ടിയായിരുന്നോ നിങ്ങൾക്ക്? ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ ടെൻഷനായിരുന്നു ശരിക്കും.
കാരണം നമ്മൾ മറ്റൊരു രാജ്യത്തേക്കാണ് വരുന്നത്, ഇവിടെ എങ്ങനെയാണ് ഫുഡ് എന്നൊക്കെ വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞങ്ങള് എന്താ പറയാ വളരെ അത്ഭുതപ്പെട്ടു. കാരണം ഇവിടെ ഫുൾ മലയാളി റെസ്റ്റോറൻറ്റ്സ് ആണ്. ഒത്തിരി മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ ഞങ്ങള് ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ ഓരോരോ മലയാളി റെസ്റ്റോറൻറ്റിലേക്ക് പോയി കഴിക്കണം, ഞങ്ങൾ എന്ത് കഴിക്കും. ഞങ്ങൾക്കത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പലർക്കും പലതരത്തിലുള്ള ഫുഡ് പ്രിഫറൻസസ് ആണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഡിഫറെന്റ് ടൈപ്സിലുള്ള ഫുഡ്സ് ഉണ്ട് നമുക്ക്. നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ എക്സാം എഴുതാൻ വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഓ, നിങ്ങൾ നാട്ടിൽ നിന്നാണോ വരുന്നേ? അപ്പൊ നമ്മളെ ഇങ്ങനെ ഫുഡിന്റെ ഒക്കെ പരിചയപ്പെടുത്തും. ഓക്കെ, ഇതൊക്കെ ഇവിടെ കിട്ടും. അപ്പൊ നോക്കി ഇത് നാട്ടിൽ കിട്ടുന്ന തന്നെയല്ലേ, അതൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കും, ഞങ്ങളിവിടെ കൊടുക്കാറുണ്ട്. അത് വളരെ ഒരു എന്താ പറയാ ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അടുത്ത് തന്നെ ഉണ്ടാകും, ഫുഡ് നാട്ടിലെ ഫുഡ് തന്നെ നമുക്ക് കിട്ടും, അപ്പൊ നാട്ടിലെ സെയിം ടേസ്റ്റ് എന്നൊക്കെ. അതൊക്കെ വളരെയധികം എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഫുഡിന്റെ കാര്യത്തിൽ. എല്ലാം എക്സ്പ്ലോർ ചെയ്തു. ട്രാവൽ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നോ? ട്രാവലൊക്കെ ഈസി, കുഴപ്പമില്ലായിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോയി. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ അക്കോമഡേഷൻ വരെ വരാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം എൻ്റെ മോളിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമുക്ക് വേണ്ടി. സോ അത് നമുക്കൊരു റിലീഫായിരുന്നു. എക്സാക്ട്ലി, യെസ്. പുതിയൊരു കൺട്രിയിൽ വന്നിട്ട് അക്കോമഡേഷൻ വരെ പോകണം, അതിൻ്റെ ഒരു ടെൻഷൻ. അപ്പോൾ ആ എല്ലാ കാര്യത്തിലും സോർട്ടഡ് ആയിരുന്നു. ഞങ്ങൾക്കും സെയിം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ പല ടൈമിൽ വന്നത് കൊണ്ട്, പക്ഷെ അവര് ആ ടൈമിൽ തന്നെ നമുക്ക് ഉള്ള ട്രാവലിങ്ങും വെഹിക്കിളും എല്ലാം അവർ അറേഞ്ച് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത് തന്നെ. സോ അവർ നമുക്ക് ഓൾറെഡി എന്താ പറയാ സ്ഥലമൊക്കെ ഇങ്ങനെ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസ് ഈ കൺട്രിയെ പറ്റിയുള്ളതെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങള് വന്ന് രാജ്യം കാണുമ്പോ ലൈക്ക് ഇതാണ്. ഇനി ക്യാഷും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പെൻസസ് ഒക്കെ എങ്ങനെയാ മാനേജ് ചെയ്തേ ഇവിടെ വന്നതിന് ശേഷം? ഞങ്ങൾ ആദ്യം വന്നത് തന്നെ മെൻഡർ മെർലിൻ നമുക്കൊരു പാക്കേജ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ പാക്കേജിൽ നമുക്കൊരു 300 pounds നമ്മൾ UK വരുമ്പം നമ്മുടെ എക്സ്പെൻസിനായിട്ട് അവർ ഇൻ ഹാൻഡ് തരുമായിരുന്നു ക്യാഷ്. അത് നമുക്ക് വലിയൊരു റിലീഫായിരുന്നു ശരിക്കും. നമ്മുടെ കയ്യിൽ ഇന്ത്യൻ കറൻസി അല്ലേ ഉള്ളൂ. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് പൗണ്ടായിട്ട് നമ്മൾ എന്ത് വാങ്ങണമെങ്കിലും ഈവൻ ഫുഡ് ആണെങ്കിൽ പോലും നമുക്ക് പൗണ്ടിൽ തന്നെ വാങ്ങിക്കണം. സോ അത് ഒരു 300 pounds നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് തന്നായിരുന്നു നമ്മൾ വന്ന ദിവസം തന്നെ. സോ അത് നമുക്ക് വലിയൊരു റിലീഫാണ്. പിന്നെ അത് മോർ ദാൻ ഇനഫ് ആയിരുന്നു അത്രയും ദിവസത്തെ ആ ഒരു എക്സ്പെൻസ് തന്നെ. എന്നിട്ട് ഞങ്ങളുടെ ബാലൻസ് ഉണ്ടായിരുന്നു ക്യാഷ്. ഷോപ്പിലൊക്കെ പോയിട്ട് എങ്ങനെയായിരുന്നു നിങ്ങൾ മാനേജ് ചെയ്തത്? നമ്മുടെ 1 week എക്സ്പെൻസ് ആണെങ്കിലും എക്സാം ടൈമിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിംഗ് കൂടെ ചെയ്യാൻ പറ്റിയ ആ എക്സ്പെൻസിന്റെ അത്രയും മോർ ദാൻ ഇനഫ് ആയിരുന്നു ആ 300 pounds. അതുകൊണ്ട് അതിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും. ഇവിടെ വന്നതിന് ശേഷം മെന്റേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഫസ്റ്റ് ഇംപ്രഷൻ അതെന്തായിരുന്നു? ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം മെന്റേഴ്സിനെ മീറ്റ് ചെയ്തപ്പോൾ ദേ ആർ റിയലി ഗുഡ്. അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്. ഈവൻ എന്താ പറയുക ഡേ 1 മുതൽ ഡേ 5 വരെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഈവൻ ഡേ 6 ഞങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നു. ചെയ്യുമ്പോൾ ആ മെന്റേഴ്സ് ഈവൻ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം അതുപോലെ അവർ എന്താ നമ്മുടെ ലൈഫിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയുക അവരുടെ ഗൈഡൻസ് അവരുടെ സപ്പോർട്ട് അത് വളരെ വലുതായിരുന്നു. ഇനി ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ, ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് മെന്റർ? ഇല്ല, അത് ആ ക്വസ്റ്റ്യൻ നമുക്കൊന്നും പറയാനില്ല. കാരണം എല്ലാ മെന്റേഴ്സും ഒന്നൊന്നിനും മെച്ചം. ഏതെങ്കിലും ഒരു മെന്റർ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ എന്താ പറയാ നമ്മളെ ഡേ 1 പഠിപ്പിച്ച മെന്റേഴ്സ് ഉണ്ടാവും, ഡേ 1 അസസ് ചെയ്ത മെന്റേഴ്സ് ഉണ്ടാവും, ആഫ്റ്റർനൂൺ സെഷൻ, ഡേ 2, ഡേ 3 അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഡിഫറെന്റ് മെന്റേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും എന്താ പറയാ ബെസ്റ്റ് ആണ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഫേവറേറ്റ് മെന്റർ എന്ന് പറയാൻ നമ്മൾ ഒരു മെന്റേഴ്സിനോട് നമ്മളിപ്പോൾ എന്താ പറയാ എല്ലാവരും നമ്മുടെ ഫേവറേറ്റ് തന്നെയാണ്. ഒരാളുടെ പേര് എടുത്തു പറയാനാണെങ്കിൽ എല്ലാവരുടെയും പറയേണ്ടി, കാരണം എല്ലാവരും വർക്ക് ചെയ്താണ് നമ്മൾ പാസ്സായത്. അപ്പൊ പിന്നെ എല്ലാവരും അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മളെ എന്താ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ട്രെയിനിങ് പീരീഡ് തന്നെ മെന്റേഴ്സ് നമ്മൾ പേഴ്സണലി കറക്ഷൻസ് കൊടുക്കുന്നത്, പേഴ്സണലി ഗൈഡൻസ് എല്ലാം തന്നത്, അതൊക്കെ തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാ മെന്റേഴ്സും, നോട്ട് ഓൺലി എ സിംഗിൾ വൺ ബട്ട് എവ്രി വൺ വാസ് ഈക്വലി റെസ്പോൺസിബിൾ ഫോർ അവർ സക്സസ്. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കോൺഫിഡൻസിൽ ഉണ്ടായ ചേഞ്ച് എത്രത്തോളം ചേഞ്ച് ഉണ്ടായി? ശരിക്കും ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കോൺഫിഡൻസ് അതുണ്ടായിരുന്നു.
പക്ഷേ നമ്മൾ ആദ്യം ഓൺലൈൻ ക്ലാസ്സസ് ആണ് മെന്റർ മെർലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഓൺലൈൻ ക്ലാസ് കംപ്ലീറ്റ്ലി തിയറിയാണ്. നമ്മൾ എന്താ പറയുക, ഡാഷ്ബോർഡിൽ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതൊരു വളരെ ടെൻഷനായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഈ ഒരു 5 to 6 ഡേയ്സിൽ നമ്മൾ എങ്ങനെ ഇത്രയും എന്താ പറയുക സ്റ്റേഷൻസ് നമ്മൾ കവർ ചെയ്യും, നമ്മൾ എങ്ങനെ പ്രൊസീജിയേഴ്സ് ഒക്കെ കവർ ചെയ്യും, എങ്ങനെ വെർബലൈസ് ചെയ്യും, ഇത്ര ടൈമിൽ കംപ്ലീറ്റ് ആക്കും. അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ശരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൺ സൈറ്റ് ട്രെയിനിങ് മെന്റർ മെർലിൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മെന്റർ മെർലിൻ നമ്മൾ എങ്ങനെയാണ് മോൾഡ് ചെയ്യുന്നതെന്ന് ഇവിടെ വന്ന് ആ ഒരു എക്സ്പീരിയൻസ് എടുത്താലേ മനസ്സിലാവുള്ളൂ. ഓരോ മെന്റേഴ്സും നമുക്കായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ പ്രൊസീജിയർ പറയുന്നതും ഓരോ കറക്ഷൻ തരുന്നതും അതുപോലെയാണ്. പിന്നെ എന്താ പറയുക, ഈ 5 to 6 ഡേയ്സിൽ നമ്മൾ ശരിക്കും നമ്മൾ പഠിക്കും എന്താണ് ഓസ്കി എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കുറഞ്ഞു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തപ്പോൾ? ആദ്യം ഉണ്ടായിരുന്നെ പ്രത്യേകിച്ച് നമുക്കാണെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ പേടി വരും, ലൈക്ക് MSU. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി കോൺഫിഡൻറ്റ്, കാരണം അവർ നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആകും ആ പ്രൊസീജിയറിലൊക്കെ. UK നിന്ന് ഓസ്കി എഴുതി നാട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ച് UK വരണമെന്നുള്ള തോന്നലുണ്ടായിരുന്നോ? ഓഫ്കോഴ്സ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവണം. UK ഓൾറെഡി രജിസ്റ്റേർഡ് നേഴ്സ് ആയി, ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഒരു ടാസ്ക്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ UK തിരിച്ചു വരണം എന്നുള്ളൊരു എയിമോടുകൂടിയാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോയത് തന്നെ. എല്ലാവരും പറയും മെന്റർ മെർലിൻ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയത്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു റിലീഫാണ്, വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ. വിസിറ്റർ വിസ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്, ബട്ട് വർക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നോ, കിട്ടുമോ ഇല്ലയോ എന്ന്? ഷുവർലി വർക്ക് വിസ കിട്ടുമോ ഇല്ലോ എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. ബിക്കോസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ NHSലാണെങ്കിലും കുറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ബട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ VC ഓസ്കി റൂട്ട് തന്നെ എടുത്തത്. നമുക്ക് പിൻ കിട്ടിയാൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും എന്ന് വിചാരിച്ചിട്ട്. സോ യെസ്, അതിൻ്റെ വളരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ജോബ് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയായിരുന്നു. ഫാമിലി എല്ലാവരും ഹാപ്പി, അറ്റ്ലീസ്റ്റ് നമുക്കും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡ്രീം കൺട്രിയിൽ നമുക്ക് വന്ന് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഫീലിംഗ് വേറെ തന്നെയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇവിടെ വന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടായത്. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം, അതാണ് പറയാൻ പറ്റുന്ന ഒരു കാര്യം. UK പോകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി നഴ്സസ് ഉണ്ടല്ലോ, അവരുടെ ലൈഫ് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഞങ്ങൾക്ക് ശരിക്കും പറയാനുള്ളത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരിക്കലും നിങ്ങളുടെ ഡ്രീം അത് ഒരിക്കലും വിടരുത്. കാരണം ഇപ്പം ഓൾറെഡി അറിയാം നിങ്ങൾക്ക് വേക്കൻസീസ് വളരെ കുറവാണെന്നും എന്താ പറയുക ഹോസ്പിറ്റൽ റിക്രൂട്ട്മെൻറ്റ് വളരെ കുറവാണെന്നും. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ഡ്രീം വിട്ട് കളയരുത്, അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ നിങ്ങൾ ഓസ്കി എഴുതിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ VC ഓസ്കി അതൊരു നല്ല ഓപ്ഷനാണ്. സോ നിങ്ങൾക്ക് അതിൽ ബെറ്റർ ആയിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകും എന്ന് ഞങ്ങൾ ബിലീവ് ചെയ്യുന്നു. കാരണം ഞങ്ങളുടെ സെയിം എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അതെ, ഒരു UK വരാനുള്ള പാത്ത് വേ ഇപ്പോൾ പണ്ട് പോലെ NHS റിക്രൂട്ട് ചെയ്യാത്തതുകൊണ്ട് VC ഓസ്കി ഓബ്വിയസ്ലി ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് ജോബ് നോക്കുക, എന്നിട്ട് NHS അല്ലെങ്കിൽ UK തന്നെ വരാൻ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് VC ഓസ്കി ചെയ്ത്. അതെ, ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് VC ഓസ്കി തന്നെയാണ് ഏറ്റവും ഒരു അനുയോജ്യമായ തീരുമാനം. അപ്പൊ എങ്ങനെ ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടോ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്? ശരിക്കും നമ്മൾ UK ചൂസ് ചെയ്ത് തന്നെ ഫാമിലിയായിട്ട് ഒന്നിച്ച് നിൽക്കാം എന്നുള്ളൊരു രീതി വെച്ചിട്ടാണ്. സോ UK ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റിയൊരു കൺട്രിയാണ്. സോ ഡെഫിനറ്റ്ലി ഫാമിലിയെ കൊണ്ടുവരാനും പ്ലാൻ ഉണ്ട്. തീർച്ചയായും കൊണ്ടുവരാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തോ? പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സെറ്റിൽ ആവുമ്പോഴാണ് ഫാമിലി എല്ലാവരും കൊണ്ടുവന്നു. ഹാപ്പി. Thank you so much for sharing your real experience. I wish you all a very bright future ahead. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഒക്കെ വന്ന് ഹാപ്പിലി സെറ്റിൽഡ് ആവട്ടെ എല്ലാവരും. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. Thank you so much. Thanks to listening to Get to Know the Real Candidate episode number 1. Like, share, subscribe and do share this with your nurse friends. And stay tuned for more inspiring nursing stories. Thank you. Bye.